സുരേഷ് വെല്ലുമുറ്റത്തിലേക്ക് കൂടി പോകാം. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. കാരണം ഈ അപകടത്തിൻ്റെ കാരണം അത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് കുവൈത്ത് ഫയർഫോഴ്സിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സുരേഷ്, എന്തൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് കാരണമായത്? ഒപ്പം തന്നെ ഈ ഇവർക്കെതിരെ 2 പ്രവാസികളൊക്കെ റിമാൻഡിലായിട്ടുണ്ടല്ലോ, അവർക്കെതിരായ നടപടികളും എങ്ങനെ മുന്നോട്ട് പോകുന്നു? ദിവിഷ്, നമ്മൾക്ക് 1 മൃതദേഹം കൊണ്ടുവരുന്നതിനെ കുറിച്ച്, 2 അപകടത്തിന്റെ അന്വേഷണത്തെ കുറിച്ച്, 3 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റ്, ഇങ്ങനെ 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ അന്വേഷണത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇതിന്റെ കാരണത്തെ കുറിച്ചാണ്. കാരണം കുവൈറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഇത് വ്യക്തമാക്കുന്നത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന്റെ ആദ്യ കാരണമെന്നാണ് പറയുന്നത്. തീപിടുത്തം ഉണ്ടായത് ഗാർഡ് റൂമിൽ നിന്നുമാണ്. അതായത് 7 നില കെട്ടിടത്തിന്റെ ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗാർഡ് താമസിച്ചിരുന്നത്, അഥവാ സുരക്ഷാ ജീവനക്കാരൻ താമസിച്ചിരുന്നത്, നാത്തൂർ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നുമാണ് തീ പടർന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഏതാണ്ട് 21ഓളം ഗ്യാസ് സിലിണ്ടറുകൾ, പാചകവാതക സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നത്. ഈ തീ ഇയാളുടെ റൂമിൽ നിന്നും പടർന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അവിടെ നിന്നും പടർന്ന് വളരെ വേഗത്തിൽ തന്നെ ഈ ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു, തൊട്ടടുത്ത് പുറത്ത് അതിലേക്ക് എത്തുന്നു. അതാണ് വലിയ ആഘാതത്തിന് കാരണം, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വലിയ പൊട്ടിത്തെറിക്കും തീപിടുത്തത്തിനും കാരണം എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. ഫയർഫോഴ്സിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റ്, 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒരാൾ സ്വദേശിയും 2 പേർ പ്രവാസികളുമാണ്. ആ സ്വദേശി എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ ഉടമയാണ് സ്വദേശിയായിട്ടുള്ള ആൾ. പിന്നീടുള്ള 2 പേർ പ്രവാസികൾ. 1 കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരനാണ്. ആ സുരക്ഷാ ജീവനക്കാരൻ ഒരു ഇറാനി ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവാസി. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ NBTC എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാൾക്കാണ് കസ്റ്റഡിയിൽ എന്ന് അറിയുന്നു. അങ്ങനെ 3 പേരുടെ കസ്റ്റഡി വാർത്തയാണ് ഇതുമായിട്ടുള്ള സ്ഥിരീകരണത്തിൽ വന്നിട്ടുള്ളത്. അടുത്ത കാര്യം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. മൃതദേഹം ഇന്ന് രാത്രിയോടുകൂടി, പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള 23 മൃതദേഹങ്ങളും ഇന്ന് കൊണ്ടുവരും. ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ഉണ്ടാകുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വർക്കല സ്വദേശിയുടെ മരണം കൂടി, അങ്ങനെയെങ്കിൽ 24 മലയാളികളായി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി മൃതദേഹം ഇന്ന് കൊണ്ടുവരുന്നതിൽ ഉണ്ടാകുമോ? അത് നീണ്ടുപോയാൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? ദിവിഷ, അത് നേരത്തെ വന്ന ലിസ്റ്റിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് തിരുവനന്തപുരം സ്വദേശി എന്ന് മാത്രമേ ആ സമയത്ത് ആ പട്ടികയിൽ 22ാമതായി പറഞ്ഞിരുന്നത് തിരുവനന്തപുരം സ്വദേശി എന്ന് മാത്രമേ അന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നുള്ളൂ. പിന്നീടാണ് ഈ അദ്ദേഹത്തിന്റെ രേഖകളൊക്കെ തന്നെ ലഭിക്കുന്നത്. ശ്രീജേഷ് തങ്കപ്പൻ നായർ എന്നുള്ളതാണ് പേര്. ആ പേര് വിവരങ്ങളും അതോടൊപ്പം തന്നെ വർക്കല ഇടവ സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പട്ടിക 23-ൽ തന്നെയാണ് നിൽക്കുന്നത്. 24 ആയിട്ടില്ല. ആ പട്ടികയിൽ 22ാമതായിട്ടാണ് ഈ പേര് ഉള്ളത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരിൽ വർക്കല സ്വദേശിയുമെന്ന് പിന്നീട് വന്നിട്ടുള്ള ആ വിവരം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. നാളെ പുലർച്ചെ ഇവിടെ പറയുന്ന സമയം അനുസരിച്ച് 8:00 എത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമോ? അവിടെ ഈ എംബാമിംഗ് ജോലികൾ പൂർത്തിയായിട്ടുണ്ടോ? കേന്ദ്ര സഹമന്ത്രി അവിടെ തുടരുകയാണല്ലോ. അപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കില്ലേ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ അവിടെ നിന്ന് മടങ്ങും? തീർച്ചയായും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എംബാമിംഗ് നടപടികളെല്ലാം പൂർത്തിയാവും. 1 മണിക്കൂർ പോലും വേണ്ട എന്നുള്ളതാണ് അറിയുന്നത്. എങ്കിൽ പോലും പരമാവധി 1 മണിക്കൂർ എന്നാണ് അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എംബാമിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അൽസബ മോർച്ചറിയുടെ ഭാഗത്തേക്കായിരിക്കും എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുക. 46 മൃതദേഹങ്ങളും ഉണ്ടാകാനാണ് സാധ്യത. പിന്നീട് 3 ഫിലിപ്പൈൻസിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി അവിടെ ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ ഒരല്പസമയം മാത്രം അനുവദിക്കുകയും അതിനുശേഷം ആ മൃതദേഹങ്ങൾ അവിടെ നിന്ന് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോഴുമുള്ള ഒരു ആശയക്കുഴപ്പം, ഈ ഒറ്റ വിമാനത്തിൽ, വ്യോമസേനാ വിമാനത്തിൽ എല്ലാ വിമാനങ്ങളും കൊണ്ടുപോകുമോ, എല്ലാ മൃതദേഹങ്ങളും കൊണ്ടുപോകുമോ, അതല്ല മറ്റ് പ്രത്യേക ചാർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വിമാനം ഉണ്ടെന്ന് പറയുന്നു. ആ വിമാനത്തിലായിരിക്കുമോ കുറച്ച് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. 2ാമത്തെ അവ്യക്തത, മൃതദേഹം നേരിട്ട് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണോ, അതോ ഇവിടെ നിന്നും നേരെ കൊച്ചിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്നുമായിരിക്കും കൊണ്ടുപോകുക. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും അധികം പേർ മരിച്ചത്. തമിഴ്നാട്, കേരളം, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്.
അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാധ്യത, ഈ രണ്ട് സാധ്യതകളുണ്ട്. അത് അക്കാര്യത്തിൽ ഒരു വ്യക്തത അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഉണ്ടാകും. ഇവിടുത്തെ സമയം കൂടി വിമാനം ഇവിടെ വ്യോമസേന വിമാനം എത്തുമെന്നാണ് അറിയുന്നത്. പ്രത്യേക വിമാനം എന്നാണ് അറിയുന്നത്. അത് വ്യോമസേനയുടേതാകാം, ചാർട്ടേഡാകാം, എന്തായാലും പ്രത്യേക വിമാനം 8 മണിയോടുകൂടി എത്തുമെന്ന് അറിയുന്നു. 8 മണിക്ക് വിമാനം എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സമയം 10 മണിയോടുകൂടി മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഒരുപക്ഷെ വിമാനത്തിലേക്ക് ഈ 46 മൃതദേഹങ്ങളും കൊണ്ടുപോകാൻ കഴിയും. ആ നടപടികളെല്ലാം പൂർത്തിയാക്കി കുവൈറ്റ് സമയം 1 മണിക്ക് പുറപ്പെടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കുവൈറ്റ് സമയം 1 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സമയം പുലർച്ചെ 2:30 അതുകൊണ്ട് തന്നെ 3:30 അടുക്കും. 2.5 മണിക്കൂറിന്റെയാണ് വ്യത്യാസം വരുന്നത്. 3:30 അടുക്കും. പിന്നീടുള്ള ഒരു ഫ്ലൈയിങ് ടൈമാണ് 5 മണിക്കൂർ. അങ്ങനെ 5 മണിക്കൂർ ഫ്ലൈയിങ് ടൈം ആണെങ്കിൽ കറക്റ്റ് ഈ പറയുന്നത് പോലെ 8:30 നേരെ കൊച്ചിയിലേക്കാണ് വരുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും കൂടുതൽ സാധ്യത. ശരി, എന്തായാലും വ്യോമസേന വിമാനമാണ്, ഹെർക്കുലീസ് വിമാനമാണ്. അതിൽ തന്നെയായിരിക്കും മൃതദേഹങ്ങൾ കൊണ്ടുവരിക. അതാണ് പ്രത്യേക വിമാനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമസേന വിമാനമായിരിക്കണം. അതിനി കൊച്ചിയിലേക്കാണോ ഡൽഹിയിലേക്കാണോ എന്ന കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടോ? വളരെ വേഗത്തിൽ തന്നെ അക്കാര്യങ്ങൾ കൂടി ക്ലിയർ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.